അവനെ അവൾ അടിമയാക്കി വെച്ചിരിക്കുകയാണ്. കക്കൂസ് കഴുകാനും പാത്രം കഴുകാനും തുണി കഴുകാനും കൊണ്ടു നടക്കുന്ന ഒരു അടിമ. അതവന് മനസ്സിലാവുന്നില്ല. നല്ലൊരു മത്സരാർത്ഥിയുടെ ഭാവിയാണ് അവൾ കളയുന്നത്. അഭിലാഷിൻ്റെ അഭിപ്രായമാണ്. അഭിലാഷ് പറയുന്നത് ആര്യനെയും ജിസേലിനെയും കുറിച്ചാണ്. നീനും അഭിലാഷും സാബുമോനും പുറത്തിരുന്ന് സംസാരിക്കുന്നതിനിടെ സോഫയിലിരുന്ന് കൊച്ചു വർത്താനം പറയുന്ന ആര്യനെയും ജിസേലിനെയും കാണുന്നത്. ആര്യനും ജിസേലും ഹൗസിനകത്ത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് കൊണ്ടുപോകുന്നത് എങ്കിലും അകത്തുനിന്നും പുറത്തുനിന്നും അടക്കം പറയുന്നത് ആര്യൻ ജിസേലിൻ്റെ അടിമയാണെന്നാണ്. അഭിലാഷ് ഒനിയനോട് പറയുന്നതും ഈ കാര്യം തന്നെയാണ്. അവൻ അവൻ്റെ ഗെയിമിൽ നിന്ന് എത്ര കളിക്കാൻ ശ്രമിച്ചാലും ജിസേല് സമ്മതിക്കില്ല. അത് അവരുടെ സ്ട്രാറ്റജിയാണ്. അവനിപ്പോൾ അവളുടെ അടിമയായിട്ടാണ് നിൽക്കുന്നത്. ഗസ്റ്റുകൾ വന്നപ്പോൾ സാരിത്തുമ്പിൽ പിടിച്ചു നടത്തിയത് അതവന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പോലും അവനത് മനസ്സിലായില്ല എങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് അവൻ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നത്. അവൻ നന്നായി കളിക്കാൻ അറിയുന്ന ഒരാളാണ്. എന്നാൽ അവൾ അതിന് സമ്മതിക്കുന്നില്ല എന്നതാണ് സത്യം. കക്കൂസ് കഴുകാനും പാത്രം കഴുകാനും തുണി കഴുകാനും അവൾക്ക് പറ്റില്ല. അതിനെല്ലാം പറ്റിയ അവളുടെ ഒരടിമ മാത്രമാണ് ഇപ്പോൾ ആര്യൻ. അതവന് മനസ്സിലാവില്ല. ഇതുപോലെ പിറകെ നടത്തി അടിമപ്പണി ചെയ്യിക്കാൻ വേണ്ടി മാത്രം നല്ലൊരു മത്സരാർത്ഥിയുടെ കരിയർ തന്നെ നശിപ്പിക്കുന്ന രീതിയിലാണ് അവൾ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ഇവിടുന്ന് പോകണം, അല്ലെങ്കിൽ അവൻ പോകണം. അവൻ പോകണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. അവൻ നല്ലൊരു മത്സരാർത്ഥിയാണ്. അവനെ അവൾ ഇങ്ങനെ ആക്കിക്കളഞ്ഞു. അവൻ്റെ ഭാവി കളയുന്ന രീതിയിലാണ് അവളിപ്പോൾ കളിക്കുന്നത്. അതുകൊണ്ട് അവൻ ഇവിടുന്ന് പോയേ പറ്റൂ. കൂട്ടത്തിൽ അഭിലാഷ് പറയുന്നുണ്ട്, ഇതേ കാര്യം ഇന്നലെ ഡോക്ടർ ബിന്നി എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അടിമയും ഉടമയും തമ്മിൽ ലവ് ട്രാക്കോ ഫ്രണ്ട്ഷിപ്പോ എന്ത് തന്നെയായാലും നമ്മൾ പ്രേക്ഷകർ സഹിച്ചേ പറ്റുള്ളൂ. എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.